അതുകൊണ്ട് തന്നെ കഴിഞ്ഞകാല വാദപ്രതിവാദങ്ങളൊന്നും ഇല്ലാത്ത വലിയൊരു സംഭവമായി മാറി ഈ കൊട്ടപ്പുറം വാദപ്രതിവാദം. അതിൻ്റെ തൊട്ടടുത്ത് അരൂർ എന്ന പ്രദേശത്തുള്ള മുജാഹിദിൻ്റെ മഹല്ലായ മുഴുവൻ മുജാഹിദുകളും മാറി സുന്നികളായി മാറി. അതതിൻ്റെ തൊട്ടടുത്തുള്ള ഇതിൽ പ്രവർത്തകന്മാരും സംഘാടകരുമായിരുന്ന മുജാഹിദുകളാണ്. എ പി അബ്ദുൽ ഖാദർ മൗലവിൻ്റെ കൂടെ വാദപ്രതിവാദത്തിലെ സംഘാടകരായിരുന്നു ആരൂരിലെ പലരും. അവരൊക്കെ മാറി. വേറെയും പല മുജാഹിദുകളും മാറിയിട്ടുണ്ട് ആ വാദപ്രതിവാദം കൊണ്ട്. അത് ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ മറുപടി പറയാൻ തന്നെ തയ്യാറാകാത്തതാണ് പ്രധാന കാരണം. മറ്റൊന്ന്, എ പി ഉസ്താദിൻ്റെ ശൈലി ആര് പ്രകോപിപ്പിച്ചാലും മുജാഹിദ് ഭാഗത്തുനിന്ന് പലപ്പോഴും പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വലിയ അപകടങ്ങൾ, വലിയ അബദ്ധങ്ങൾ ഉണ്ടായി. പക്ഷേ അവിടെ ഒന്നും എ പി ഉസ്താദ് പതറാതെ ആ സ്വതസിദ്ധമായ പുഞ്ചിരിയിൽ തന്നെ 3 ദിവസവും മറുപടിയും ചോദ്യവും നീണ്ടു നിന്നതും സദസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ഗുരുതരമായൊരു ചോദ്യം അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്, ഗുരുതരമാണ് അവർക്ക് തോന്നുന്നത്, കന്യാമറിയമയെ സഹായിക്കണമെന്ന് പറയാൻ പാടുണ്ടോ ഇല്ലേതായിരുന്നു. ആകപ്പാടെ ചോദിച്ച ചോദ്യത്തിൽ ആളുകളെ വശീകരിക്കാൻ പറ്റിയ ചോദ്യം അതാ. കാരണം ക്രിസ്ത്യാനികൾ കന്യാമറിയം ഇലാഹ എന്ന് പറയുന്നവരാണല്ലോ. അപ്പോൾ ആ കന്യാമറിയമ്മനെ വിളിച്ചാൽ ശിർക്കായി പോകും എന്ന് എ പി ഉസ്താദ് നിരുപാധികം പറയുമെന്നാണ് അവർ ധരിച്ചത്. പക്ഷെ അവിടെയും എ പി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു, മക്കളുള്ള ഒരു മറിയം കന്യയാണെന്ന അഭിപ്രായം എനിക്കില്ല. മക്കളുള്ള ഒരു മറിയം എങ്ങനെ കന്യയാകൽ, ഇവർക്ക് മലയാളവും തിരിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു തുടങ്ങിക്കൊണ്ട്, കന്യാമറിയമ്മോ ഏത് മറിയമോ നമുക്കറിയില്ല, അള്ളാഹു തആലാന്റെ വലിയത്താണ് മറിയം ബീവി. അപ്പോൾ മറിയം ബീവി വലിയത്ത എന്ന രീതിയിൽ ഒരാൾ വിളിച്ച് സഹായം ചോദിച്ചാൽ അതുകൊണ്ട് ശിർക്ക് വരൂല. മറിച്ച് ക്രിസ്ത്യാനികൾ ഇലാഹാണെന്ന് പറയുന്നുണ്ട്, ആ അടിസ്ഥാനത്തിൽ വിളിച്ചാൽ ശിർക്കാകും. അപ്പോൾ സ്വയം കൈവുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സദസ്സ് പരിപൂർണമായും സുന്നത്തമായത്തിൻ്റെ വാദമാണ് ശരി എന്ന് ബോധ്യമാവുന്ന രീതിയിൽ ആ സദസ്സിലുള്ള മുജാഹിദുകൾ വരെ മാറി. മുജാഹിദുകളെ അവസാനം രക്ഷപ്പെടുത്താൻ വേണ്ടി, ആ സ്റ്റേജിൽ നിന്ന് പുറത്തേക്കാക്കാൻ വേണ്ടി വളരെ പാടുപെടേണ്ടി വന്നു. അവസാനം സ്വലാത്ത് ചൊല്ലിയാൽ മുജാഹിദുകൾക്ക് തടി സലാമത്താക്കാമെന്ന് സദസ്സെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ആ സ്റ്റേജിൻ്റെ മുന്നിൽ മൈക്കിലൂടെ എ പി അബ്ദുൽ ഖാദർ മൗലവിയോട് ചോദിച്ചു, സ്വലാത്ത് ചൊല്ലിയാൽ ജനങ്ങൾ പിരിഞ്ഞു പോകുമെന്ന് പറയുന്നുണ്ട്, സുന്നത്തമായത്തിൻ്റെ പരിപാടി അങ്ങനെയാണ് അവസാനിക്കാറുള്ളത്, സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് ഇവിടുന്ന് തടി സലാമത്താക്കാൻ കഴിയും. എ പി അബ്ദുൽ ഖാദർ മൗലവി എന്നോട് പറഞ്ഞു, സ്വലാത്ത് ചൊല്ലിയാൻ നിരോധമല്ല, സലാം ചൊല്ലിയാൻ നിരോധമല്ല, ഇവിടുന്ന് തടി രക്ഷപ്പെട്ടാൽ മതി. അങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ആ സദസ്സ് പിരിഞ്ഞത്. ഒരു ദിവസം ഞാൻ വിഷയം അവതരിപ്പിച്ചു. മറ്റൊരു ദിവസം രണ്ടോണം മുഹ്യിദ്ദീൻ മുസ്ലിയാർ, നാട്ടിക മൂസ മുസ്ലിയാർ, ചെറുപ്പക്കാരാണ് ഞങ്ങളെന്ന്, വളരെ ചെറുപ്പക്കാരാണ് ആ വാദപ്രതിവാദത്തിൽ ഉണ്ടായിരുന്നത്. ഓട്ടുമലനെ പോലത്തെ വലിയ നേതാക്കളൊക്കെ സദസ്സിലും സ്റ്റേജിലുണ്ട് എന്നല്ലാതെ വാദപ്രതിവാദ രംഗത്ത് അവർ വന്നിട്ടില്ല. അതിൻ്റെ കാരണം ഈക്കയുടെ നിർബന്ധമാണ് ചെറുപ്പക്കാർ തന്നെ ആകണമെന്ന്. അങ്ങനെയാണ് ചെറുപ്പക്കാരാൽ ആ വാദപ്രതിവാദം നടന്നിട്ടുള്ളത്. പക്ഷേ ഏറ്റവും വലിയ വിജയം ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യമാകുന്ന രീതിയിലായിരുന്നു എ പി ഉസ്താദിൻ്റെ സംസാരം. ആ ശൈലിയും ആ സരസമായ രീതിയിലുള്ള സംസാരവും നേര് പ്രകോപിപ്പിച്ചാലും പ്രകോപനം ഉണ്ടാവാത്ത രീതിയിലുള്ള ആ സ്വഭാവം അന്നത്തെ സദസ്സിനെ വല്ലാതെ ആകർഷിച്ചു. സുന്നത്തമായത്തിന് സംശയമുള്ള ആളുകൾ മാറിയെന്ന് മാത്രമല്ല, മുജാഹിദുകൾ തന്നെ പലരും ആ വാദപ്രതിവാദത്തിൽ മാറിയിട്ടുണ്ട്. അത് എ പി ഉസ്താദിൻ്റെ ഒരു കഴിവ് തന്നെയാണ്, നിഷേധിക്കാൻ കഴിയില്ല. എ പി ഉസ്താദും സത്യത്തിൽ ഈ രംഗത്തേക്ക് ഇത്രയും പെട്ടെന്ന് കുതിച്ചു കയറിയത് ആ വാദപ്രതിവാദത്തിലെ വിജയം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ്. അപ്പോൾ ആ വിജയം സുന്നത്തമായത്തിന് വലിയൊരു വിജയമായി മാറി. ഈ വാദപ്രതിവാദം നടന്നതിന് ശേഷം അവർ ഏകകണ്ഠമായി തീരുമാനിച്ചത് ഇനി പരസ്യമായൊരു വാദപ്രതിവാദത്തിന് നമ്മളില്ല എന്ന്. കാരണം ആ വാദപ്രതിവാദത്തിൽ ആദ്യത്തെ 2 ദിവസങ്ങളിലും ഉണ്ടായിരുന്നത് എ പി അബ്ദുൽ ഖാദർ മൗലവി. മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വാദപ്രതിവാദങ്ങൾക്കും ശോഭിച്ചത് അദ്ദേഹമാണ്. മുസ്ലിയാർ മരിച്ചു എന്ന ആ ധൈര്യത്തോടെ കടന്നു വന്ന അയാൾ എ പി ഉസ്താദിൻ്റെ ആ സംസാരവും രീതിയും രേഖകളും പ്രമാണങ്ങളും കണ്ടപ്പോൾ അയാൾ ആകെ തളർന്നുപോയി. എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലാന്ന് കണ്ടപ്പോൾ അയാൾ പകരമാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതനായ ചെറിയ മുണ്ടം എന്ന് പറയുന്നൊരു മൗലവി, ചെറുപ്പക്കാരൻ. എന്ത് മറുപടിയാ പറയുന്നതെന്ന് അടുത്ത മറുപടി അയാൾക്കറിയില്ല. ആദ്യം പറഞ്ഞ മറുപടിക്ക് രണ്ടാമത്തെ എതിരായും അങ്ങനെ പല വൈരുദ്ധ്യങ്ങളും വന്നുകൊണ്ടുള്ള ഒരു
കാട്ടിക്കൂട്ടലായി മാറി. അതോടുകൂടിയും ജനങ്ങളിൽ വലിയൊരു മാറ്റം. കാരണം ഇത്രയും കാലം വാദപ്രരംഗത്ത് നിറഞ്ഞു നിന്ന ഈ AP അബ്ദുൽ ഖാദർ മൗലവി മാറിയപ്പം തന്നെ മുജാഹിദിന് വലിയൊരു ക്ഷീണമാണ്. സുന്നത്തമായത്തിൻ്റെ പണ്ഡിതന്മാരിൽ മുജാഹിദുകൾക്ക് കാര്യം പറയാൻ കഴിയില്ല എന്ന് അതൊരു തെളിവായി മാറി. ഈ പരാജയം മനസ്സിലാക്കിയതുകൊണ്ട് 4 ദിവസമായിരുന്നു നേരത്തെ വാദപ്രവാദം ഏർപ്പാട് ചെയ്തത്. അവർക്കന്ന് രാഷ്ട്രീയ നേതാക്കന്മാരുമായി നല്ല ബന്ധമുള്ളതുകൊണ്ട് പോലീസ് വകുപ്പിൽ സ്വാധീനം ചെലുത്തി പെർമിഷൻ ഇല്ലാതാക്കി 4-ാം ദിവസം പരിപാടി നടത്താൻ കഴിഞ്ഞില്ല. 4-ാം ദിവസം കൂടി പരിപാടി നടത്തിയിരുന്നെങ്കിൽ വളരെ വളരെ വിജയം ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഓർക്കുന്നത് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ. കാരണം നമുക്കത് മറക്കാൻ കഴിയുന്നില്ല. മുജാഹിദുകൾ പലരും മറന്നുപോയി എന്ന് പറയുന്നുണ്ട്. ഇത്രയും വലിയ ഒരു വിജയം, നമ്മുടെ സത്യം ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക മാത്രമല്ല, ജനങ്ങൾക്കത് പരിപൂർണമായി ബോധ്യപ്പെട്ട ഒരു സന്തോഷ വാർത്ത ആയതുകൊണ്ട് സുന്നത്തുമായത്തിൻ്റെ പണ്ഡിതന്മാരാരും അത് മറന്നിട്ടില്ല. എപ്പോഴും ഇന്നലെ നടന്ന സംഭവം പോലെ ഇപ്പോഴും നമ്മളത് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ആ സത്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഏറ്റവും വലിയ അവസരമായി എന്ന ആ അടിസ്ഥാനത്തിൽ അവർ മറക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അതവർക്ക് ഓർക്കാൻ കഴിയില്ല. ഓർക്കുമ്പോൾ അവർക്ക് ഞെട്ടൽ വരും. അപ്പോൾ മുജാഹിദ് മൗലവിമാരോട് ഇപ്പം നിങ്ങൾ പ്രായമുള്ളവരോട് ചോദിച്ചാൽ അതൊക്കെ മറന്നുപോയി എന്നാണ് പറയുന്നത്. സത്യത്തിൽ മറക്കല്ല, മറക്കാൻ ശ്രമിക്കുകയാണ്, മറന്നായി നടിക്കുകയാണ്. ആ പരാജയത്തിൻ്റെ ഭീതി കൊണ്ട്.